പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷം തന്ന ഒരു കാര്യം പങ്കുവെക്കണമെന്നുണ്ട്. 29 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ പഠിച്ചവരെ ഒരുമിച്ച് കാണാൻ പറ്റി. മുമ്പ് ഞങ്ങൾ ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നെങ്കിലും അന്ന് ഞങ്ങൾ പെൺകുട്ടികൾ 10 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തവരെ കാണാനും അവരുടെ പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനും ഈ ഗെറ്റ് ടുഗദർ എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നി. പിന്നെ ആദ്യം തന്നെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഉറവിടമായ എൻ്റെ ഉറ്റ സുഹൃത്ത് ഹസീനയോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. പഴയ സുഹൃത്തിനെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. മറ്റുള്ളവരെ ബന്ധപ്പെടാനുള്ള വഴി ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ബാച്ച് പറഞ്ഞു കൊടുത്ത് അതിൽ ഒപ്പം പഠിച്ച സഹപാഠികളുണ്ടോ എന്ന് അന്വേഷിച്ചു. അതിന് മറുപടിയായിട്ട് റിയാസ് എന്ന ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു വ്യക്തി അതിന് മറുപടി തന്നു. പിന്നീട് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങളുടെ ബാച്ചിൽപ്പെട്ട ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഏകദേശം കുട്ടികളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു മീറ്റപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടിൽ വെച്ചൊരു മീറ്റപ്പ് നടത്താനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അത് എവിടെ വെച്ച് നടത്തണം, എങ്ങനെ നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലാക്കിയ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജംഷാദിന് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മീറ്റപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എല്ലാവരെയും ഒന്ന് കാണാനും അവരെക്കുറിച്ച് അറിയാനും. ശരിക്കും ഒരു സ്കൂളിൽ ആദ്യ ദിവസം എത്തിയ പോലെ തന്നെയായിരുന്നു ആ മീറ്റപ്പ്. പിന്നീട് ഞങ്ങൾ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തി. അബു ഹുസൈൻ, റഫീഖ്, ജയ്സൽ ബാബു, ജംഷാദ്, സലീം, റിയാസ്, മുഹമ്മദ് കുട്ടി, ഹക്കീം, പിന്നെ ബാക്കി ലേഡീസും ഈ മീറ്റപ്പിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാക്കി മാറ്റി. പിന്നെ ഞങ്ങളിടയിൽ കൂടാൻ പറ്റാത്ത പ്രിയ സുഹൃത്തുക്കൾ കുറേ വിദേശത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ വരുമ്പോൾ ഞങ്ങൾക്ക് ഇതേമാതിരി കൂടാൻ ഒരു അവസരം ഉണ്ടാക്കണമെന്നുണ്ട്. വർക്കവർ കേൾക്കണില്ല. ഇത് പറഞ്ഞ് മനസ്സിലായില്ല. ശരിക്കും ഒരു ക്ലാസ്സിൽ അകപ്പെട്ടു പോയ മാതിരിയായി.
ഒരു 30-ന്റെ കാലഘട്ടത്തിലേക്ക് 40-ലേക്ക് 41-ലേക്കൊക്കെ കടന്നുപോയി. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വലുതായി, ഒരുപാട് വലുതായി. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചിലപ്പോൾ കുട്ടിക്കാലത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുമെങ്കിലും ഒരിക്കലും സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ നമ്മളെ ബാധ്യതകൾ, നമ്മളെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചുറ്റുപാടിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഗ്രൂപ്പിൽ ജയിച്ചത് ഒക്കെ അതിനൊക്കെ ഒരുപാട് പ്രാപ്തനായിട്ടുള്ള ആളാണ്, നമ്മളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ അതൊക്കെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ ജയ്സൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഭക്ഷണങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഐസ്ക്രീം തന്ന് ഞങ്ങൾ വിചാരിച്ചതിലേറെ സംസാരിച്ചിരുന്നു. സമയം പോകുന്നത് അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ സന്തോഷത്തോടെ 22-ാം തീയതി വീണ്ടും ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വലിയ ഐസ്ക്രീം ഉണ്ടാവും എങ്ങനല്ലേ? വലിയ ഐസ്ക്രീം ഉണ്ടാലേ സംസാരിച്ചു